നമുക്ക് ഡിന്നറിന് പോയാലോ? ഇവിടെ അതൊക്കെയുള്ളൂ ചെയ്യാൻ. മറ്റേ VK പ്രോജക്റ്റിന്റെ ബജറ്റ് കൂടുതലാണെന്ന് രവി പറഞ്ഞായിരുന്നു, നീ അറിഞ്ഞായിരുന്നോ? എനിക്ക് തടി കൂടിയെന്ന് ശാലിനി പറഞ്ഞു, നിനക്കങ്ങനെ തോന്നിയോ? എടാ നീ എന്താ പൊട്ടനാണോ? ഞാൻ ഇത്ര നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ കുളിപ്പിച്ച് ചെടി ഇല്ലാതാകും. വിടറാ, അത് സംഭവിക്കാനുള്ള സംഭവിച്ചു. ബാ നമുക്ക് പാട്ടിക്ക് പോവാം. നീ ഒന്ന് ചൊറിയാണ്ട് പോയേ, ഞാനിവിടെ വട്ട് പിടിച്ചിരിക്കുക. നിന്റെ സിഗരറ്റ് ഉണ്ടോ? ഇല്ല, നീ കേട്ടിട്ടില്ലേ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സന്തോഷം. ഇന്നലെ ഞാൻ ആ കുപ്പി തീർത്ത് രാവിലെ നോക്കിയപ്പോൾ സിഗരറ്റും ഇല്ല. വാ പാട്ടിക്ക് പോവാം, നിനക്കൊരു ചേഞ്ച് ആവും. വാ. പോർച്ചി. ഞാൻ സിഗരറ്റ് വാങ്ങിട്ട് വരാം. ആ ശരി. ഹലോ അജയ്. Hey, how are you, man? All good with you? I'm good. Thanks for asking. How about you? I know about your situation, but it's been a couple of weeks that you didn't come to office, and none of the work is finishing on time. I'll come from next week. Till then, please manage somehow. Okay? Chalo, bye. Hey, one more thing. Can you give a call to Roy's PA? They need breakup of the product cost. I can email you her number. Yeah. Okay. And her name is Ash. We'll call later today. ആരെയാ ട്രൈ ചെയ്യുന്നത്? ഏതോ ഒരുത്തി. ഇത് നമ്മൾ ആ പുതിയ അക്കൗണ്ട് റോയുടെ പിയാ കോപ്പ്. അവളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ വല്ലതാണെങ്കിൽ എടുക്കുന്നവരെ വിളിച്ച് ഉറപ്പിച്ചേനെ. പെണ്ണാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നീയേ നിനക്ക് തന്ന ആ ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. ആ പാനിലിട്ട് ആ മുട്ടേനെ കൂടെ വെറുപ്പിക്കാതെ. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒലിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം വിടണ്ട. എത്ര ബ്രെഡാണാവോ സാർ? നീ ടോപ്പിക്ക് മാറ്റിയല്ലേ കൂതറ. ഇനി ആവശ്യം പറഞ്ഞോണ്ട് നീ എൻ്റെ അടുത്ത് വാ, ശരിയായി തരാം. ചൂടാവാതടാ, തട്ട് തട്ട്. Hi, can I talk to Ash? This is Bob from Lenovo. Hi Bob. Ajay mentioned about you in our last meeting. Yeah, been trying to reach you a couple of times. Oh sorry, I just got stuck with some personal work. No worries. I'll send you a detailed email. Okay? That works. Okay. Bye. ഒരു ബീഫും പൊറോട്ടയും അടിച്ചാലോ? ഓ അടിക്കാലോ. പോവാം.
Hi, Ash. This is Bob again from Lenovo. Shall I set up a call today to touch base on the primary requirements of the project? Let me know your convenient time. Not today. I'm on day off. Let me check my calendar and update you of my availability for this week. Yeah, sure. No worries. I thought I'll talk to you first and then come and meet Roy. Yeah, sounds good. Are you Mallu? Ha! എങ്ങനെ മനസ്സിലായി? അന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആൾ മലയാളം സംസാരിക്കുന്നത് കേട്ടു. ഹാ, അങ്ങനെ വരട്ടെ. എല്ലാവരും ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിക്കട്ടെ. നാട്ടിൽ എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. ബോബിന്റെ നാട് എവിടെയാണ്? Can I call you later? I'm getting an urgent Yeah, call. sure. Carry on. Hello? Our first guest is a global superstar, one of the best-selling music artists of all time. I love him very, very സോറി, അതൊരു അത്യാവശ്യ കോളായിരുന്നു. സാരില്ല. ഞാൻ ആക്ച്വലി വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. എന്താണ്? ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മീറ്റിംഗ് വെച്ചിട്ട് വലിയ കാര്യമില്ല. കാര്യങ്ങളൊന്നും അങ്ങനെ മുമ്പോട്ട് പോയില്ല. നമുക്ക് വെക്കേഷൻ തീരാറാകുമ്പോഴേക്കും പ്രപ്പോസൽ റെഡിയാക്കി എടുക്കാം, പോരെ? That's fine. I mentioned the same thing to Roy. അപ്പോൾ വെക്കേഷൻ പ്ലാൻ എന്തൊക്കെയാ? അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പിന്നെ വിളിക്കാം. എടി, അയാള് നല്ല പഞ്ചാരയാണോ? കുറേ നേരം ആയല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് കുറച്ച് പോയി കിടക്കട്ടെ. Thank you. Bye. ജ്യോതി, അവസാനം അത് കിട്ടിടി. ഹായ് റോയ്, നാളെ നിങ്ങളുടെ ഓഫീസിലൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഇപ്പോഴാണ് മീറ്റിംഗ് ഇൻവൈറ്റ് കിട്ടിയത്. അതെ, I know that. I was about to call you. Can you do me a favor? അതിനെന്താ, ഞങ്ങൾ തൃശ്ശൂർക്കാർ സഹായിക്കാൻ എപ്പോഴും മുന്നിലല്ലേ. ഉവേ, എന്നാ ഈ തൃശ്ശൂർക്കാരൻ ഈ ഗഡീനെ നാളെ രാവിലെ ഒന്ന് പിക്ക് ചെയ്യോ? എൻ്റെ കാർ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി. കാര്യങ്ങൾ എപ്പായല്ലോ. തീർച്ചയായിട്ടും ഞാൻ നാളെ രാവിലെ അവിടെ ഷാർപ്പ് ഒരു 8, 8:30, 9 മണിക്ക് അവിടെ എത്താം. ഇതിലേതാ ഷാർപ്പ്? എന്നാൽ 8:30 പിടിക്കാം. എനിക്ക് അഡ്രസ്സ് അയച്ചാൽ മതി. ഞാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കോളാം. ആ, ഞാൻ അയക്കാം. ഇല്ലെങ്കിൽ നാളെ രാവിലെ വിളിക്കാം. ഓക്കെ, ബൈ. ബായ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ ഇല്ലേ ഇവളിതിലൊന്നും. ശരി. Significantly better as you drive home from work around 6 o'clock. Of course, going over a mountain pass at that time, you may run into some wet roads and snowfall. Now, storm zone tomorrow, 5 o'clock.
ഹലോ. ഹായ് ബോബ്. നിങ്ങളിത് എന്തൊരു ആൾക്കാരാണ്? നോ അഡ്രസ്, നോ ഫോൺ കോൾ. അഡ്രസ്സ് പറ, ഞാൻ റെഡിയാണ്. ഷാർപ്പ് ടൈമിൽ ഞാൻ എത്തണ്ടേ? Sorry, Bob. I cannot attend the meeting today due to some personal work. Will call you later. അല്ല, അതെന്ത് പറ്റി? ഹലോ. ഓ, വെച്ചോ. വലിയൊരു മാഡം വന്നിരിക്കുന്നു. വെറും ഒരു പി എക്ക് ഇത്ര അഹങ്കാരോ? ചാടത്തിണ്ടി. ഡാ, നീ എന്നെ വിളിച്ചാ? ആ എടാ, അവളുടെ വീട് എവിടാ? ഞാൻ കൂടെ വന്ന കാര്യങ്ങളൊന്നും ഉഷാറായനെ. നിനക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അവൾ പറയുമ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടെന്ന് പറയുമ്പോൾ തലയാട്ടാനും ഞാൻ അവളുടെ മറ്റവനല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മൂഞ്ചിയില്ലേ? നന്നായി ഊബർ ബുക്ക് ചെയ്യാത്തത്. വാ, നമുക്ക് പോവാം. ഇല്ലേലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, എൻ്റെ അഭിപ്രായം അല്ല, പൊതുവെ പറഞ്ഞെന്നുള്ളൂ. ഹലോ. ആ ബോബ്, മീറ്റിംഗ് ഒക്കെ നന്നായി പോയില്ലേ? നല്ല റിവ്യൂ ആണല്ലോ കേട്ടത്. കൺഗ്രാറ്റ്സ്. ഞാൻ കുറേ പ്രാവശ്യം ഫോൺ വിളിച്ചല്ലോ. എന്താ ഫോൺ എടുക്കാഞ്ഞേ? കക്കൂസിലായിരുന്നു. എന്ത്? ഞാൻ ടോയ്ലറ്റിലായിരുന്നു എന്ന്. മീറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിലായി അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് തിരക്കിലാ. എവിടെ? ടോയ്ലറ്റിലോ? അല്ല, അത് ഞാൻ താന്ന് വെച്ചിട്ട് പോയേ. കലപ്പിലാണല്ലോ. ഞാൻ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാഞ്ഞേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പണി ചെയ്യാനുള്ള മടി കാരണമല്ലേ പേഴ്സണൽ ഇഷ്യൂസ്, പേഴ്സണൽ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് ഒഴി മാറുന്നത്? ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്ത് പേഴ്സണൽ ഇഷ്യൂസാണ് തനിക്കുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയല്ല, അത് പിന്നെ. എന്നാ ഞാൻ വെക്കട്ടെ. ബോബ്, ഞാൻ റീസെൻ്റ്ലി ഡിവോഴ്സ്ഡ് ആണല്ലോ. അതെന്നെ വല്ലാതെ. സോറി ഡോ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. സാരില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. നമുക്ക് ഏതായാലും നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ ഓക്കെ, ബൈ. അവൾ ഡിവോഴ്സ് ആണെന്ന്. ഏതവൾ? പൊട്ടാ ആഷ്, നീ എവിടെയാ? ഞാനങ്ങ് ദൂരങ്ങളിൽ. നീ ഒരു അക്ഷരം മിണ്ടരുത്. എന്നെ വെയിറ്റ് ചെയ്യാതെ പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ അല്ല. നീ ചാടിക്കയറൊന്നും ചെയ്യാതിരുന്നാ. ഇല്ല, ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അവളെ ഒന്ന് കാണണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണം. ഇല്ലെങ്കിൽ വേറെ ഏതെവനെങ്കിലും അവളെ അടിച്ചു. കൺട്രോൾ കൺട്രോൾ വെച്ചിട്ട് പോടാ നീ. എല്ലാം കൺട്രോൾ ചെയ്ത് വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. ഓക്കെ? ഹലോ. ഹായ്. നമുക്കിന്ന് വൈകിട്ട് കണ്ടാലോ, ഒറ്റയ്ക്കൊരു സ്ഥലത്ത്? അതെന്താ പെട്ടെന്ന്? സമയമുണ്ടല്ലോ. ഇല്ല, ഇനി സമയമില്ല. ഞാനൊരു ലോങ് ട്രാവലിന് പോവാണ്. അതിനു മുമ്പ് തന്നെ ഒന്ന് കാണണം. കാണാം. എവിടെ വേണം? അഡ്രസ്സൊക്കെ ഞാൻ അയച്ചു തരാം. പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും കൂടെ വേണ്ട. ഡോ, അത് പിന്നെ. ഒരു അത് പിന്നെ ഇല്ല. അപ്പം ഞാൻ അഡ്രസ്സ് അയക്കാം. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. ബൈ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം,
ഹലോ, ഹലോ, നീയോ? നീ എങ്ങനെ ഇവിടെ? നീയാണോ ഇനി വിളിച്ചോണ്ടിരിക്കുന്ന ബോബ്? വീണ്ടും വീണ്ടും അബദ്ധങ്ങളാണല്ലോ എൻ്റെ ഈശ്വര. കോളേജിൽ വെച്ച് കഷ്ടിച്ചാണ് ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇതിപ്പോ വീണ്ടും എങ്ങനെ എനിക്ക്? നിന്നെ പ്രേമിച്ച് നടന്ന എനിക്കാണ് ഭൂലോക അബദ്ധം പറ്റിയത്. അല്ല, വിജയ് ബോബിന് എന്ന് മുതലാ ബോബായത്? ഓ, അറിഞ്ഞോണ്ട് പറ്റിക്കായിരുന്നു അല്ലേ? പിന്നെ അശ്വതി എന്നാണാവോ ആഷായത്? അറ്റ്ലീസ്റ്റ് അച്ചു എന്നെങ്കിലും കേട്ടിരുന്നേ. പിന്നെ ആ മധുരമുള്ള സംസാരവും ആ ചന്തവർത്താനാണെങ്കിൽ എപ്പോഴേ മനസ്സിലായനെ. ഇതിപ്പോ പണ്ടെങ്ങാണ്ട് ആരോ പറഞ്ഞ പോലെ വെയിലിരിക്കണ പാമ്പനെ എടുത്ത് എന്തോ കുന്തം. അതെ, തോളത്ത് കയറ്റി വെച്ചത് ഞാനാണെന്ന് മാത്രം. ഓ, അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. വെറുതെ എല്ലാം നിന്നെ ഇട്ടിട്ട് പോയത്. പിന്നെ വലിയ പുണ്യാളൻ നിന്നെ നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയതല്ലേ? അതാരുടെ കയ്യിലിരിപ്പുണ്ടാ? ആരാ നിന്നോട് ഈ കള്ളത്തരൊക്കെ പറഞ്ഞത്? ഞാൻ ഇതുവരെ കെട്ടിയിട്ട് പോലില്ല. പിന്നെയല്ലേ ഡിവോഴ്സ്? ഒരു മാറ്റമില്ലല്ലോ തനിക്ക്. വായ തുറന്നാൽ നുണ മാത്രമേ പറയൂ. പണ്ടത്തെ പോലെ തന്നെ. എന്നോട് തന്റെ ഫ്രണ്ട് അഭയ് തന്നെയാണ് പറഞ്ഞത്. അഭയോ? അഭേ, നീ എപ്പോഴാണ് ഇവളെ വിളിച്ചേ? എന്താ എന്നോട് പറയാഞ്ഞേ? ഹേ ബൈ. അവന്റെ ഒരു പരിചയപ്പെടുത്തല്. നീ ചൂടാവല്ലേ? ഇവളുടെ ഡൈവോഴ്സ് ആണെന്ന് നീ എന്നോട് പറഞ്ഞപ്പോൾ നിന്റെ കാര്യം അവൾ അറിയട്ടെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ കാര്യം പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ. എന്ത് എളുപ്പാക്കാൻ? നീയല്ലേ എന്നോട് പറഞ്ഞത് ആരെയും കൊണ്ടുവരണ്ടാന്ന്? എന്നിട്ടിപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? ജ്യോതി വാ. ഓ, നിനക്ക് എവിടെ പോയാലും കൂടെ തോഴിമാര് കാണുമല്ലോ. ഒരു മാറ്റവും ഇല്ല. ഞാനിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാ. തനിക്കെന്താടോ? പോടോ. അച്ചു, ഒരിക്കൽ കൂടെ. ഞാൻ വെച്ചുനെ വീട്ടിലെത്തിയിട്ട് വിളിക്കാം.